വയനാട്ടിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി നടത്തിയത് അത്യന്തം ഹൃദയസ്പർശിയായ ഒരു പ്രസംഗമായിരുന്നു. തന്റെ സഹോദരൻ രാഹുൽ ഗാന്ധി കേരളത്തെയും വയനാടിനെയും എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് താൻ നേരിട്ട് കണ്ടു, മനസ്സിലാക്കി എന്നൊക്കെയാണ് പ്രിയങ്ക പറഞ്ഞത്. കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തുമ്പോൾ തനിക്കുണ്ടാകുന്ന സന്തോഷവും ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹവും സംസ്കാരവും തന്നെ വല്ലാതെ ആകർഷിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള വിപ്ലവകാരികളായ ചിന്തകരുടെ നാടാണ് കേരളമെന്ന് പ്രിയങ്ക ഓർമ്മിപ്പിച്ചു. ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും ഇവിടെ എല്ലാവരും സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് ജീവിക്കുന്നത് ഭാരതത്തിന്റെ യഥാർത്ഥ ആത്മചൈതന്യമാണെന്നും അവർ വ്യക്തമാക്കി. തന്റെ അമ്മയെ ആശുപത്രിയിൽ സ്നേഹപൂർവ്വം പരിചരിച്ച മലയാളി നഴ്സുമാരുടെ സേവനത്തെയും അവർ പ്രസംഗത്തിൽ പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. എങ്കിലും കേരളത്തിലെ യുവാക്കൾ നേരിടുന്ന തൊഴിലില്ലായ്മയെക്കുറിച്ച് പ്രിയങ്ക ഗൗരവമായി സംസാരിച്ചു. നല്ല വിദ്യാഭ്യാസമുണ്ടായിട്ടും നാട്ടിൽ നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കാത്തതിനാൽ പല നഴ്സുമാരും യുവാക്കളും നാടുവിടേണ്ടി വരുന്നത് വേദനാജനകമാണെന്ന് അവർ പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഭരണം ആവശ്യമാണെന്ന സന്ദേശമാണ് പ്രിയങ്ക തന്റെ പ്രസംഗത്തിലൂടെ മുന്നോട്ട് വെച്ചത്. എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ ആ പ്രസംഗം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ രാജ്യത്തിന്റെ ഈ മഹത്തായ രാജ്യത്തിന്റെ മുഴുവൻ ആസ്തിയും അദ്ദേഹത്തിന്റെ വ്യവസായികളായ സുഹൃത്തുക്കളായ അദാനിക്ക് വേണ്ടി അദ്ദേഹം തീരെഴുതി കൊടുക്കുമ്പോൾ ഓരോ ദിവസവും ഇന്ത്യക്കാർ അതിന്റെ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. And I am very sorry to say that the LDF and the Chief Minister of Kerala is like his B team. ഞാൻ വിഷമത്തോടു കൂടി ഒരു കാര്യം പറയട്ടെ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും BJPയുടെയും നരേന്ദ്രമോദിയുടെയും B ടീമിനെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയട്ടെ. Think about it. Name one leader who has stood up and expressed himself or herself against Mr. Narendra Modi and not been attacked either by the Enforcement Directorate, by the Income Tax, by the CBI or by his other agencies. നിങ്ങൾ ഇന്ത്യയിലെ ഓരോ നേതാവിന്റെ പേരെടുത്ത് പറയുക. BJPക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ചിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ CBI അതുപോലത്തെ ഏജൻസികളോ ആക്രമിക്കാത്ത ഒരു നേതാവിന്റെ പേര് പറയുക. How come none of the left leaders have ever been attacked by him? എങ്ങനെയാണ് കേരളത്തിലെ ഒരു ഇടതുപക്ഷ നേതാവിനെയും ഇതുവരെ നരേന്ദ്രമോദി ആക്രമിക്കാത്തത്? Even when there was a theft in Sabarimala temple, our Prime Minister did not say anything. ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് ഒരു വലിയ മോഷണം നടന്നിട്ട് പോലും നമ്മുടെ പ്രധാനമന്ത്രി അതിനെ കുറിച്ച് ഒരു വാക്കും മിണ്ടിയില്ല. Whether it's the BJP or the LDF, please recognize the truth. They are corrupt corporate parties. BJP ആണെങ്കിലും LDF ആണെങ്കിലും ഇതിന്റെ സത്യം ഇതാണ് തിരിച്ചറിയേണ്ടത്. അവർ അഴിമതി നിറഞ്ഞ മുതലാളിത്ത പാർട്ടികളാണെന്നുള്ള സത്യമാണ് തിരിച്ചറിയേണ്ടത്. They have been in power for long enough. It is now time to bring about a change. അവരെ അധികാരത്തിൽ കയറിയിട്ട് വളരെ നാളുകളായി. ഇപ്പോ ഒരു മാറ്റം വരുത്തേണ്ട സമയം ഇവിടെ ആയിരിക്കുന്നു. You need a new government. നിങ്ങൾക്ക് ഒരു പുതിയ ഗവൺമെന്റിന്റെ ആവശ്യം കേരളത്തിനുണ്ട്. A government that understands what your needs are and works hard to provide them first and foremost before anything else. മറ്റെന്തിനേക്കാളും ഉപരിയായി കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി ആ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. And you need to remind those in power, whether in Kerala or in the center, that there is something known as answerability to the public. ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം എന്നൊരു കാര്യമുണ്ടെന്ന് അത് കേരളത്തിലെ ഗവൺമെന്റ് ആയാലും കേന്ദ്രത്തിലെ ഗവൺമെന്റ് ആയാലും അവരെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. There is a responsibility, a duty that every person who wants to be a political leader has towards the public. രാഷ്ട്രീയ പ്രവർത്തകരാകാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും ജനങ്ങളോട് പൊതുജനത്തോട് ഒരു ഉത്തരവാദിത്വമുണ്ട്, ഒരു കടമയുണ്ട്. That responsibility, that duty is not to make money and stay in power. ആ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കി എങ്ങനെയും അധികാരത്തിൽ ഇരിക്കുക എന്നുള്ളതല്ല. It is to provide you with a better future. നിങ്ങൾക്ക് മികച്ച ഒരു ഭാവി നൽകുക എന്നതാണ് ആ ഉത്തരവാദിത്വം. Your state is rich in every possible way. നിങ്ങളുടെ നാട് എല്ലാ രീതിയിലും സമ്പന്നമായ ഒരു സംസ്ഥാനമാണ്, നാടാണ് നിങ്ങളുടേത്. And its greatest richness is its people, all of you.
കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. കേരളത്തിലെ ജനങ്ങളായ നിങ്ങൾ ഓരോരുത്തരുമാണ്. You are intelligent, hardworking, diligent, dedicated, committed. There are so many adjectives to describe you. You are the greatest asset of this state. നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്, അത്യധ്വാനം നടത്തുന്നവരാണ്, വിവേകമുള്ളവരാണ്, പ്രതിബദ്ധതയുള്ളവരാണ്. മലയാളികളായി നിങ്ങളെ വിശേഷിപ്പിക്കാൻ ഒരുപാട് വിശേഷണങ്ങളുടെ ആവശ്യമുണ്ട്. So I urge you to awaken today to what your state needs, to understand that unless you bring about change today, you are going to suffer for another 5 years. ഞാൻ നിങ്ങളോട് ഇന്ന് ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ സംസ്ഥാനത്തിന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അതിനെപ്പറ്റി ചിന്തിച്ച് ഉണർത്തെഴുന്നേൽക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളെ ആവശ്യത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടി കഴിഞ്ഞിരിക്കുന്നു. You have so many beautiful places right here in this constituency. Beaches, backwaters, your historic forts. They have immense tourism potential. They need to be developed for your good. നിങ്ങളുടെ ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ മനോഹരമായ പ്രദേശങ്ങളുണ്ട്, ബീച്ചുകളുണ്ട്, കായലുകളുണ്ട്, അതുപോലെ തന്നെ ചരിത്രപരമായ കോട്ടകളുണ്ട്. ഈ പ്രദേശങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വികസനത്തിന് വേണ്ടി ഇവയൊക്കെ വളർത്തിക്കൊണ്ട് വികസിപ്പിച്ചുകൊണ്ട് വരണം. Ask yourselves, why today this constituency is one of the least developed in the whole state? നിങ്ങൾ സ്വയം ചോദിക്കുക, എന്തുകൊണ്ടാണ് ഇന്ന് ഈ നിയോജക മണ്ഡലം സംസ്ഥാനത്തെ നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും ചെറിയ വികസനമുള്ള ഒരു നിയോജക മണ്ഡലമായി ഇന്ന് നിലനിൽക്കുന്നത്? Why are so many people in Muttalapuri and Anjutengu stuck under CRZ regulations, trapped, unable to even have house numbers, shop numbers?